തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകം. 5 വർഷം പഞ്ചായത്ത് ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് LDF വിട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൂറുമാറി. പാർട്ടിയിൽ അവഗണനയാണെന്നാണ് ജിയോ ഫോക്സിന്റെ പക്ഷം. എന്നാൽ ഫോക്സ് അധികാരമോഹിയാണെന്നാണ് CPMന്റെ വാദം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രധാനപ്പെട്ട കൂറുമാറ്റം നടന്നത് തൃശൂർ എളവള്ളി പഞ്ചായത്തിലാണ്. പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് CPMന്റെ കൂടാരം വിട്ട് കോൺഗ്രസിൽ ചേക്കേറി. തൃശൂർ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനം എന്ന പുരസ്കാരം 4 തവണ സ്വന്തമാക്കാൻ എളവള്ളി പഞ്ചായത്തിനെ മുന്നിൽ നിന്ന് നയിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ഫോക്സ് കൂറുമാറി. ഇനി വികസനത്തിന് കോൺഗ്രസിന്റെ കൈപിടിക്കണമെന്നാണ് ഫോക്സിന്റെ പക്ഷം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും തന്നെ പാർട്ടി അവഗണിക്കുന്നു എന്നാണ് ജിയോ ഫോക്സ് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമാകാവുന്ന നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ജനങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായത്തിൽ അസ്വസ്ഥരായി ആ ആളെ ഒഴിവാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. കോൺഗ്രസിൽ ചേരുമെന്ന് യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയ ജിയോ ഫോക്സിനെ CPM പുറത്താക്കിയിരുന്നു. ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ എതിരേറ്റു. പേര് സൂചിപ്പിക്കുന്ന പോലെ കുറുക്കന്റെ ബുദ്ധിയാണ് ഫോക്സിനെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നു. അധികാരമോഹമാണ് ഫോക്സിനെ കൂറുമാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് CPMന്റെ വാദം. LDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എളവള്ളിയിലും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഇവിടെ ഒരു പ്രാധാന്യവും ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കുന്ന ജിയോ ഫോക്സിന്റെ കണ്ണ് നിയമസഭാ സീറ്റിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂറുമാറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി കണ്ടറിയണം. 1964 രൂപീകൃതമായ എളവള്ളി പഞ്ചായത്തിൽ 16 വാർഡുകളിലായി LDFന് 10 സീറ്റും കോൺഗ്രസിന് 4 സീറ്റും BJPക്ക് 2 സീറ്റുമാണ് ഉള്ളത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.